കൊല്ലം കുണ്ടറയിൽ അമ്മയെ കൊലപ്പെടുത്തി ഒളിവിൽ പോയ മകനെതിരെ പോലീസ് കൊലക്കുറ്റത്തിന് കേസെടുത്തു. കേസ് അന്വേഷണത്തിന് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. ഒളിവിൽ പോയ അഖിൽ കുമാറിനായി തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് അന്വേഷണ സംഘം. കൊല്ലപ്പെട്ട പുഷ്പലതയുടെ പിതാവ് ആന്റണി ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. ദിലീപ് തന്നെയാണ് വിവരങ്ങൾ നൽകുന്നത്. ദിലീപ്, അമ്മ പണം നൽകാത്തതിനെ തുടർന്നാണ് അമ്മയെ ഈ മകൻ കൊലപ്പെടുത്തിയിട്ടുള്ളത്. ഈ മുത്തശ്ശനെ ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ എന്തായി? റോഷ്നി, അതിദാരുണമായ ഒരു സംഭവമാണ് ഈ കുണ്ടറയിൽ ഉണ്ടായിരിക്കുന്നത്. അതായത് ഒരു സ്ഥലം വിൽപ്പനയുമായി ബന്ധപ്പെട്ട് വീട്ടിലുണ്ടായിരുന്ന ഒരു തർക്കം, ലഹരിക്കടിമയായ മകൻ ചുറ്റിക കൊണ്ട് അമ്മയെ അടിച്ച് കൊന്നു എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. വധശ്രമത്തിനാണ് ഈ മകൻ അഖിൽ കുമാറിനെതിരെ കേസെടുത്തിരിക്കുന്നത്. കൂടാതെ ഈ മരണപ്പെട്ട പുഷ്പലതയുടെ പിതാവ് ആന്റണിക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും അദ്ദേഹം ഇപ്പോൾ തിരുവനന്തപുരം ആശുപത്രിയിൽ വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെ കഴിയുകയും ചെയ്യുകയാണ്. ഈ മകൻ അഖിൽ കുമാർ നേരത്തെയും ലഹരി കേസുകളിൽ അടക്കം പ്രതിയായിട്ടുണ്ട്. വീട്ടുകാരെ ഭീഷണിപ്പെടുത്തുന്നു കാണിച്ച് ഈ മരണപ്പെട്ട അമ്മ പുഷ്പലത പോലീസിൽ പരാതി നൽകുകയും കഴിഞ്ഞ ദിവസം പോലീസുകാർ വീട്ടിലെത്തി സംസാരിക്കുകയും മകനോട് കാര്യങ്ങൾ പറഞ്ഞ് ഒത്തുതീർപ്പാക്കുകയടക്കം ചെയ്തതാണ്. പക്ഷേ ലഹരി മൂത്ത മകൻ ഇവരെ ചുറ്റിക കൊണ്ട് അടിച്ച് കൊലപ്പെടുത്തുകയും പിന്നീട് മരണം സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി മുഖത്ത് തലയണ അമർത്തി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലടക്കം ഉള്ളത്. ഈ കുട്ടിക്ക് വേണ്ടി, അതായത് അഖിൽ കുമാറിന് 23 വയസ്സുള്ള അഖിൽ കുമാറിന് വേണ്ടി ഇപ്പോൾ പോലീസ് അന്വേഷണം ഊർജിതപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേക അന്വേഷണ സംഘമാണ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്. 2 സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ടാണ് അന്വേഷണം നടത്തുന്നത്. ഇന്നലെ 3 മണി വരെ അഖിൽ കുമാറിൻ്റെ മൊബൈൽ ഫോൺ പ്രവർത്തിച്ചു എന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. അതിനുശേഷം മൊബൈൽ ഫോൺ വിറ്റതായിട്ടാണ് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. 1500 രൂപയ്ക്ക് മൊബൈൽ ഫോൺ വിറ്റു എന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. പിന്നീട് പോലീസിന് വിവരങ്ങളൊന്നും ലഭിച്ചില്ല. എന്തായാലും ഉടൻ തന്നെ ഈ പ്രതി അഖിൽ കുമാർ അറസ്റ്റിലാകുമെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. കുണ്ടറ പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. അതിദാരുണമായ സംഭവമാണ്. ഈ മാതാവിൻ്റെ പിതാവ് ആന്റണി ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. റോഷ്നി, ശരി, ദിലീപ് ദേവസിയാണ് കൊല്ലത്ത് നിന്നുള്ള 2 വാർത്തകളുടെ വിശദാംശങ്ങൾ നൽകിയത്.